നിങ്ങളൊന്ന് ഓർക്കണം, ഇപ്പോഴും പ്രതികളെ അറസ്റ്റ് ചെയ്തിട്ടില്ല. എന്തടിസ്ഥാനത്തിലാണ് ഈ പ്രതികളെ സുരക്ഷിതമായി വിട്ടിരുന്നത്? സ്ഥാപനമാരെ സസ്പെൻഡ് ചെയ്ത് കഴിഞ്ഞു. 3 പേരെ സസ്പെൻഡ് ചെയ്തു. ഒരു അധ്യാപകരെ സസ്പെൻഡ് ചെയ്യണമെങ്കിൽ കൃത്യമായ കാരണമുണ്ട് എന്ന് അവർക്ക് ബോധ്യപ്പെട്ടതുകൊണ്ടാണ് ഇൻസ്റ്റിറ്റ്യൂഷൻ അധികാരികൾക്ക്. ഞങ്ങളുമായി ബന്ധപ്പെട്ട ചില സംഘടനകൾ ഇന്ന് കോളേജ് ഇന്നലെ പ്രിൻസിപ്പലിനെ വിസിറ്റ് ചെയ്തപ്പോൾ അദ്ദേഹം പല നടപടികളും ശരിവെച്ചു, അവിടെ കുറ്റകൃത്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ഞങ്ങൾ നിങ്ങളോടൊപ്പമാണ് എന്നൊക്കെ പറയുന്ന ഒരു സാഹചര്യമുണ്ട്. പക്ഷേ അത് മാത്രമല്ല, ഇതിലിപ്പോ കൾപ്പബിൾ ഹോമിസൈഡ്, ബോധപൂർവമല്ലാത്ത നരഹത്യ, ആത്മഹത്യയൊക്കെ പ്രേരണക്ക് ബോധപൂർവമല്ലാത്ത നരഹത്യ, അത് പഴയ നിയമം അനുസരിച്ച് 304 അതനുസരിച്ചുള്ള കുറ്റം ചാർത്തിയിട്ടുണ്ട്, FIR ഇട്ടിട്ടുണ്ട്. തദനുസൃതമായി SC/ST അട്രോസിറ്റി ആക്ടിന്റെ വകുപ്പുകളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആന്റി റാഗിംഗ് ലോ ആയിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഉൾപ്പെടുത്തിയിട്ടുള്ളതെന്ന് അറിഞ്ഞുള്ള സ്വാഭാവികമായിട്ട് ഇത് നോൺ ബെയിലബിൾ ആണ്. ജാമ്യം കൊടുക്കാൻ പാടില്ലാത്ത തരത്തിലുള്ള കുറ്റമായതുകൊണ്ട് വിത്ത് ഇമ്മീഡിയറ്റ് ഇഫക്റ്റ് അറസ്റ്റ് ചെയ്യേണ്ടതും അവരുടെ മൊഴികൾ റെക്കോർഡ് ചെയ്യുകയും ചെയ്യുന്നത്. ഇത് ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഈ കേസിന്റെ ഒരു അതിനെ വഴിതിരിച്ചു വിടുന്നു എന്ന് ഞങ്ങൾ ന്യായമായും സംശയിക്കുന്നത്. കാരണം ഇതിലൊരു വിഷയം, കുട്ടി ഒരു ലോൺ ആപ്പ് വഴി ഒരു വായ്പ എടുത്തതിനെ ഹൈലൈറ്റ് ചെയ്യാനും അതുമൂലമുള്ള ഒരു മാനസിക സമ്മർദ്ദം കൊണ്ടാണ് കുട്ടി ആത്മഹത്യയിലേക്ക് എത്തിയത് എന്നതും പരിശോധിക്കേണ്ടതെന്നാണ് പോലീസിന്റെ ഒരു വേഷം. ഇത് കുടുംബം വിശദീകരിച്ചു, 14,000 രൂപയുടെ കടമെടുത്തു, അതെല്ലാം വീട്ടിൽ തീർത്തു, പിന്നെ അതുമായി ബന്ധപ്പെട്ട പ്രശ്നത്തെ വിവാദമാക്കി, അതാണ് മരണകാരണം എന്ന് ഈ പ്രതികളിൽ നിന്നൊരു മൊഴി കിട്ടാൻ, പ്രതികൾ അങ്ങനെയുള്ള അവരെ കേസിനെ ഡിഫെൻഡ് ചെയ്യാൻ, അവർക്ക് ഡിഫൻസിന് വേണ്ടിയുള്ള ഉപാധി പോലീസ്, പ്രത്യേകിച്ചും കണ്ണൂർ ജില്ലാ പോലീസ് കമ്മീഷണർ, അവിടുത്തെ സിറ്റി കമ്മീഷണർ ഉണ്ടാക്കി കൊടുത്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇതിൽ പ്രശ്നം. എന്താ സംഭവിക്കാൻ പോകുന്നത് ഞാനിപ്പോ തന്നെ പറയാം. അറസ്റ്റ് നീണ്ടുപോകുന്നു, അവർ ഹൈക്കോടതിയെ മുൻകൂർ ജാമ്യത്തിന് സമീപിക്കുന്നു. നോൺ ബെയിലബിൾ ഒഫൻസിന്, പ്രത്യേകിച്ച് അട്രോസിറ്റി ആക്ടുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് മുൻകൂർ ജാമ്യത്തിന് വ്യവസ്ഥയില്ലെങ്കിലും സാധാരണ ഒരു കീഴ്വഴക്കം പോലെ ചെയ്യുന്നത് കോടതി പെറ്റീഷൻ ഡിസ്മിസ് ചെയ്യുന്നതിന് പകരം കേസ് ഡിസ്പോസ് ചെയ്തിട്ട് പറയും ഇത് നിങ്ങൾ മജിസ്ട്രേറ്റ് കോടതിയെ സമീപിച്ചോളാൻ പറയും. ഈ ഒരു സാധ്യത ഉപയോഗിച്ച് മജിസ്ട്രേറ്റ് കോടതിയെ സമീപിക്കുകയും മജിസ്ട്രേറ്റ് കോടതി ജാമ്യം കൊടുക്കുകയും ചെയ്യും. നിരവധി കേസുകളിൽ ഇങ്ങനെ മുൻകൂർ ജാമ്യം കൊടുത്തിട്ടുണ്ട്. വളരെ ഇല്ലീഗലായാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനുള്ള ഒരു സാഹചര്യത്തിലേക്കാണ് പോകുന്നത്. ഗവൺമെന്റിന് ആർജവമുണ്ടെങ്കിൽ, ഇപ്പൊ ഒരു കാറ്റേക്കർ മന്ത്രിസഭയാണുള്ളത് നമുക്കറിയാം. പിണറായിയുടെ നേതൃത്വത്തിലുള്ള ആഭ്യന്തര വകുപ്പിന് എന്തെങ്കിലും ആർജവമുണ്ടെങ്കിൽ, അദ്ദേഹത്തിന്റെ മണ്ഡലത്തിലാണ് ഇത് സംഭവിച്ചിരിക്കുന്നത്, ധർമ്മട മണ്ഡലത്തിൽ എന്തെങ്കിലും ആർജവമുണ്ടെങ്കിൽ പ്രതികളെ ഇന്ന് അറസ്റ്റ് ചെയ്യണം. പ്രതികളെ അറസ്റ്റ് ചെയ്യുന്നില്ല എന്നതിന്റെ അർത്ഥം കേസ് അട്ടിമറിക്കയിലേക്ക് പോകുന്നു എന്നതാണ്. ഒന്ന് നിങ്ങൾ ആലോചിക്കണം, പ്രതികൾ വളരെ ബലവാന്മാരാണ്. ഇവർ സസ്പെൻഷൻ ഒരു ഹ്രസ്വകാലത്തിലേക്ക് ഉണ്ടാകുള്ളൂ. അന്വേഷണം നീണ്ടുപോകണമെങ്കിൽ ക്യാമ്പസിലേക്ക് തിരിച്ചു വരും. ഇനി ക്യാമ്പസിൽ തിരിച്ചു വന്നിരുന്നെങ്കിലും അവർക്ക് സാക്ഷികളെ സ്വാധീനം ചെലുത്താൻ കഴിയുന്ന വലിയ സാധ്യത നമ്മുടെ മുമ്പിലുണ്ട്. പ്രതികളെല്ലാം തന്നെ പ്രബലരാണ്. അവരുടെ ബന്ധങ്ങളൊന്നും ഞാൻ പറയുന്നില്ല, പ്രബലരാണ്. അതുകൊണ്ട് തന്നെ അറസ്റ്റ് ചെയ്യുന്നില്ല എന്നതിന്റെ അർത്ഥം സർക്കാരിന്റെ SFI ഒക്കെ സ്റ്റാൻഡ് എടുത്ത പോലെ ശരിയാണ്. പക്ഷെ എന്തുകൊണ്ട് അറസ്റ്റ് നടക്കുന്നില്ല എന്നുള്ളത് വളരെ പ്രോബ്ലമാറ്റിക് ആണ്. അതുകൊണ്ട് ഞങ്ങൾ പ്രധാനമായും ഉന്നയിക്കുന്ന ഒരാവശ്യം, ഈ 304 മാത്രം പോരാ. അതിനകത്ത് ആത്മഹത്യ പ്രേരണയുണ്ട്, അറ്റ്ലീസ്റ്റ് 308 നരഹത്യക്കുള്ള കേസെടുക്കണം. മാത്രമല്ല അതിൽ മറ്റെന്തെങ്കിലും എലമെന്റ്സ് ഉണ്ടോ, മർഡർ ഉണ്ടോ എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. അത് ഇൻവെസ്റ്റിഗേഷനിൽ പ്രൂവ് ചെയ്യപ്പെടേണ്ടതാണ്. സാധ്യതയും തള്ളിക്കളയാൻ പറ്റില്ല. പോലീസ് അങ്ങനെ ഇല്ല എന്നൊക്കെയാണ് പറയുന്നത്. അതൊന്ന്. രണ്ടാമത്തെ, സ്ഥാപനത്തിന്റെ അംഗീകാരം റദ്ദാക്കണം. ഇത്തരം സ്ഥാപനങ്ങൾക്ക് എന്തടിസ്ഥാനത്തിലാണ് അംഗീകാരം നിലനിർത്തുന്നത് എന്നുള്ളത്. കണ്ണൂർ മെഡിക്കൽ കോളേജിനെ സംബന്ധിച്ച് വ്യാപകമായി നേരത്തെ പരാതി ഉണ്ടായിരുന്നു. അതേ ക്യാമ്പസിലാണ് നടക്കുന്നത്, അതേ മാനേജ്മെന്റ് ആണെന്നാണ് എൻ്റെ ധാരണ. അവിടെ ഇല്ലാത്ത കുട്ടികളുടെ എണ്ണം പെരുപ്പിച്ചു കാണിച്ചതിന്റെ പേര് ഇന്ത്യൻ മെഡിക്കൽ കൗൺസിലിന് അതിൻ്റെ താൽക്കാലികം റദ്ദാക്കിയിരുന്നു. ഇതിപ്പം ഇത്രയും ഗുരുതരമായ ഒരു സംഭവം ഉണ്ടായിട്ട് ആന്റി റാഗിങ്ങിന്റെ മാത്രമല്ല, ഒരു മർഡർ പോലുള്ള ഒരു സംഭവത്തിലേക്ക് നയിക്കുന്ന രീതിയിൽ സ്റ്റാഫ് റാഗിംഗ് ആണ് ഇവിടെ നടന്നിരിക്കുന്നത്. ടീച്ചിങ് സ്റ്റാഫിന്റെ കുട്ടികളൊക്കെ ചെറിയ മൈൽഡ് റാഗിംഗ് നടക്കുന്നുണ്ടെങ്കിലും അതെല്ലാം സഹിച്ച് കുട്ടികൾക്ക് നിൽക്കുന്നു. പക്ഷെ അധ്യാപകരുടെ പക്ഷത്തുനിന്ന് സംഘടിതമായി ഉണ്ടായിരിക്കുന്ന ഒരു സംഭവം ഉണ്ടായപ്പോൾ അതിന്റെ അംഗീകാരം എന്തിന് നിലനിർത്തി കൊണ്ടുപോകണം എന്നത് പ്രശ്നമാണ്. അതുകൊണ്ട് അംഗീകാരം റദ്ദാക്കണം. മൂന്നാമത്, അടിയന്തരമായും ഗവൺമെന്റ് ചെയ്യേണ്ടത്, ഞാൻ ആദ്യം ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞതുപോലുള്ള രോഹിത് ആക്ട് പോലുള്ള ഒരു SC/ST സ്റ്റുഡൻസിനെതിരെ അതിക്രമം തടയാനുള്ള ഒരു ലോ സംസ്ഥാന നിയമസഭ അടിയന്തരം പാസ്സാക്കണം. ഞങ്ങൾ ഈ ഇലക്ഷന് മുമ്പ് എല്ലാ മുന്നണികൾക്കും ഒരു അവകാശ പത്രിക കൊടുത്തതിൽ പ്രധാനപ്പെട്ട ഒന്നിതായിരുന്നു.
അത് UDF അംഗീകരിച്ചിട്ടുണ്ട്. അവരുടെ പ്രകടന പത്രികയിൽ ആ വാഗ്ദാനം വന്നിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു 2-3 ദിവസം മുമ്പായിട്ട് ഈ സംഭവം ഉണ്ടായ ഉടൻ തന്നെ VD സതീശൻ സാർ അതങ്ങനെ ഞങ്ങളത് വന്നാൽ നടപ്പാക്കുന്നു വീണ്ടും പറഞ്ഞിട്ടുണ്ട്. ഏത് ഗവൺമെന്റ് ഇപ്പം ഭരണ പ്രതിപക്ഷങ്ങളെല്ലാം തന്നെ യുനാനിമസായി എടുക്കേണ്ടതാണ് രോഹിത് ആക്ട് പോലുള്ളൊരു നിയമം. അതുണ്ടെങ്കിൽ മാത്രമേ കുറ്റങ്ങൾ ആവർത്തിക്കാതിരിക്കൂ. ഇതാണ് ഞങ്ങൾക്ക് പറയേണ്ടത്. ഈ 3 ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ഞങ്ങൾ 18-ാം തീയതി അവിടേക്ക് സ്റ്റേറ്റ് ലെവൽ ഒരു മാർച്ച് നടത്തുന്നത്.